السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഏവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം മുസ്ലിം ലോകം കൊണ്ടാടുമ്പോൾ നാമും അതിലൊരു ഭാഗവക്കാരാവുകയാണ്. നമുക്കറിയാം, ലോകം ഒരുപാട് നേതാക്കന്മാരെ ദർശിച്ചിട്ടുണ്ട്, പല ദർശനങ്ങളും ഉൾക്കൊണ്ടിട്ടുമുണ്ട്. പക്ഷേ അവരൊന്നും അതുല്യരായിരുന്നില്ല. അവരെയെല്ലാം നിയന്ത്രിച്ചിരുന്നത് സമ്പത്തിനോടുള്ള അഭിനിവേശമായിരുന്നു. അതല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളുടെ പ്രശംസയായിരുന്നു. അതുമല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത തത്വശാസ്ത്രങ്ങളായിരുന്നു അവർ പിൻപറ്റിയിരുന്നത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരിൽ നിന്നെല്ലാം വേർപിരിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലും വിധേയത്തിലുമായതുകൊണ്ടാണ് എന്നാണ് ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. AD 6-ാം നൂറ്റാണ്ട് ദ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന് വിശേഷിക്കപ്പെട്ട ആ കാലഘട്ടത്തിലാണ് തീർത്തും വെളിച്ചം നൽകിക്കൊണ്ട് പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അനുയോജ്യമായ വിധത്തിലുള്ള പ്രബോധന പ്രവർത്തനവുമായി കടന്നു വരുന്നത്. അതോടെ ഇരുട്ടുമാറി വെളിച്ചം ലോകമാകെ പ്രകാശിക്കുകയാണ്. അവിടുന്ന് ജീവിതത്തിൽ നടപ്പിലാക്കിയ ഓരോ കാര്യങ്ങളും ആ സമൂഹത്തിന് കാണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ആ സമൂഹത്തോട് ആജ്ഞാപിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇരുണ്ട യുഗം എന്ന് വിശേഷിക്കപ്പെട്ട ആ കാലഘട്ടം തീർത്തും വെളിച്ചമായ രംഗമാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ഏത് രൂപത്തിലായിരിക്കണമെന്ന് വളരെ വ്യക്തമായി അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ഇതൊരു നശ്വര ലോകമാണെന്നും വരാനിരിക്കുന്ന ശാശ്വത ലോകത്തേക്കുള്ള ഒരു യാത്രയുടെ മാത്രമാണ് ഇതെന്നും ആ സമൂഹത്തെ പഠിപ്പിക്കുകയും അക്രമവും അരാജകത്വവും നിറഞ്ഞ ആ സമൂഹത്തിന്റെ മുന്നിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം വളരെ വലിയ മാറ്റങ്ങളാണ് സ്വാധീനിച്ചത്. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളോടും മനുഷ്യൻ ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടതെന്നും സംസാര ശേഷിയില്ലാത്ത വസ്തുക്കളോട് അകാരമായി പെരുമാറിയതിന്റെ പേരിൽ ശകാരിക്കുകയും ഒരു പുൽക്കൂടിയെ പോലും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഒരേയൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ബിംബങ്ങൾക്ക് മുമ്പിൽ നമ്പരരായവർ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചു, ഏകനായ ഇലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രനിധികൾ അവിടെ ചുണ്ടുകളിൽ നിന്ന് വിടർന്നു വന്നു. പാതിരാ സമയത്ത് വേണ്ടുവോളം കള്ളു കുടിച്ച് നിശാസുന്ദരികൾക്കൊപ്പം നൃത്തം ചവിട്ടിയിരുന്നവർ പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം എത്തി. ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, മുത്തുനബിയെ തങ്ങളുടെ വിനയമായ ഈ സ്വഭാവം കാരണമാണ് ഇത്രയും വലിയ സമൂഹത്തെ നിശ്ചിത കാലയളവിൽ തങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞതെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ജീവിതത്തോട് പഠിക്കാനും അവിടുത്തെ മദദിനായി ജീവിക്കാനും നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next call letter B. Sorry, C. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലൈക യാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹനിധികളെ, എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ മഹത്തായ വേളയിൽ അവിടത്തെ പറ്റി അല്പം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുള്ള ഏതൊരു മുസ്ലിമിനും
റബീഉൽ അവ്വൽ മാസം പിറന്നാൽ മനസ്സും നാടും ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും ഭിത്തികൾ തീർക്കുന്നു. ഇതേ സമയം മുസ്ലിം നാമകാരികളായ പലരും മദ്യഷാപ്പിൽ നിന്ന് ഇറങ്ങാത്തവനും വ്യഭിചാര വൃത്തിയിൽ വിലസുന്നവനും പലിശപ്പണം തിന്നുന്നവനുമൊക്കെ ആയിട്ട് ഇസ്ലാമിൽ ഫിത്ന ഉണ്ടാക്കുന്നവനുമൊക്കെ ആയിട്ട് നാട്ടിലൂടെ വിലസുന്നു. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങാടിയിൽ നിന്ന് കേട്ട ഒരു ഗാനമാണ് എന്നെ താഴാടുന്നത്. അഹമ്മദ് മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നാം മുസൽമാൻ? ഇല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അത് ഉൾക്കൊണ്ട് അക്ഷരപ്രതി വിശ്വസിച്ച് ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറും പേര് കൊണ്ടോ സ്ഥാനം കൊണ്ടോ അവർ മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങാടിയിൽ നിന്ന് കേട്ട ഒരു വാർത്താ ഫോട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ബാംഗ്ലൂരിൽ നടക്കുന്ന സ്ത്രീ സൗന്ദര്യ മത്സരത്തിനെതിരെ മുസ്ലിം സ്ത്രീകൾ കോഴിക്കോട് ടൗണിലൂടെ പ്രകടനം നടത്തിയത് യഥാർത്ഥത്തിൽ ഇതും ഒരു സൗന്ദര്യ പ്രദർശനമല്ലേ? അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഉ ബിലാ ഹയാഇൻ കത്താമി ബിലാ മിൻഹി. ലജ്ജയില്ലാത്ത സ്ത്രീ ഉപ്പില്ലാത്ത ഭക്ഷണത്തെ പോലെയാണ്. സ്ത്രീകളോട് ആരാധനകൾ പോലും വീടിന്റെ ഉള്ളിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നതിന് പുറമെ കാര്യപരിപാടിയിലും അങ്ങാടിയിലും സ്റ്റേജുകളിലും എന്തിനാണ് ഭരണത്തിൽ വരെ ഇപ്പോൾ സ്ത്രീകൾ ഭരണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് നമ്മുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. 15 നൂറ്റാണ്ട് മുമ്പ് പിറന്നത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ സ്വന്തം പിതാവ് തന്നെ ജീവനോട് കുഴിച്ചുമൂടുന്നു. സ്നേഹം എന്തെന്നോ വാത്സല്യം എന്തെന്നോ അറിയാത്ത അക്രമവും അന്ധകാരം നിറഞ്ഞ ആ ഇരുണ്ട സമൂഹത്തെ നേർവഴിയിലേക്ക് തെളിച്ചവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അടുക്കള ജോലിയിൽ ഭാര്യമാരെ സഹായിക്കുകയും സ്വന്തം കൈകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയും ലോകത്തിന് മാതൃക കാട്ടി നേതാവാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ആട്ടിയിടയില്ലാത്ത ആട്ടിൻ പക്ഷത്തെ പോലെ അർദ്ധനഗ്നരായി മറ്റും വിലസിക്കൊണ്ടിരിക്കുകയാണ്. നാളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പത്രത്തിൽ കണ്ട വാർത്ത നമ്മൾ കണ്ടു. സ്ത്രീകൾ കഞ്ചാവിന്റെയും ലഹരിന്റെയും അതിൽ എഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, وقل للمؤمنات يغضضن ويحفظن فروجهن إلا ما ظهر منها. സത്യവിശ്വാസികളായ സ്ത്രീകളോട് അവരുടെ ദൃഷ്ടാന്തങ്ങൾ താഴ്ത്താനും അവരുടെ അലങ്കാര പ്രദർശനമായി പ്രദർശിപ്പിക്കാതിരിക്കാനും നബിയെ തങ്ങൾ പറയുക. അതുകൊണ്ടാണ് അവസാന നാളിൽ മുസൽമാന്റെ കയ്യിൽ തീക്കട്ട മുറുകെ പിടിക്കുമെന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ നാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങളായ സ്ത്രീകളെ യഥാർത്ഥത്തിൽ ഒരു സ്വർണ്ണാഭരണമാക്കി കൊണ്ടുകൊണ്ട് ഒരു സ്വർണ്ണാഭരണം എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നോ അതുപോലെ ആ സ്വർണ്ണാഭരണം സൂക്ഷിച്ചു വിട്ടുകൊണ്ട് സ്ത്രീകളെ സൂക്ഷിക്കാൻ നാം തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് സ്ത്രീയെയും സമ്പത്തിനെയും എന്നുമാണെന്ന്. ആ വചനം ഉൾക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്ത് ജീവിതം നയിക്കാൻ ആദ്യം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മത്സരം തുടരുന്നു. വേദിയിൽ സൂചകാക്ഷരം ഡി. ജഡ്ജസ് പ്ലീസ് കോലത്തർ ഡി ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. تعالى إن رحمة الله قريب من المحسنين. وقال النبي صلى الله عليه وسلم ഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, സേവനത്തിൻ്റെ മതമെന്ന സുപ്രധാന സമകാലിക സബ്ജക്റ്റിനെ സംബന്ധിച്ച് സ്വല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ജീവിയാണ്. ഈ കാരണം കൊണ്ട് തന്നെ സദാ സേവന നിരതനാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒട്ടേറെ വാക്യങ്ങളിൽ നമ്മെ ഉദ്ബോധിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടത് ഇന്നി ജായിലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നുണ്ട് എന്നാണ്. ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാകുമ്പോൾ സദാ സേവന മനസ്കത എന്നുള്ളത് ഒരു സുപ്രധാന വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് 1,24,000-ഓളം വരുന്ന അംബിയ മുർസലീങ്ങൾ, അല്ലെങ്കിൽ 2,24,000-ഓളം വരുന്ന അംബിയ മുർസലീങ്ങൾ അവരുടെ സമൂഹത്തിന് സേവനങ്ങൾ ചെയ്തുകൊണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വഴികാട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നിശ്ചയം എന്റെ കാരുണ്യം സദാ സേവന മനസ്കതയുള്ളവരോടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവാക്കിലേക്ക് വരുമ്പോഴും സമാനമായ തത്തുല്യമായ വാക്കുകൾ തന്നെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി, ഒമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ വേദന അകറ്റി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വേദനയിൽ നിന്ന് അവനിക്ക് സംരക്ഷണം നൽകും. വല്ലൊരുത്തനും തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതാണ്. ഇത്രമാത്രം സേവനങ്ങളെ പറ്റിയും സാന്ത്വന പ്രവർത്തനങ്ങളെ പറ്റിയും പഠിപ്പിച്ചു തന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. എന്നാൽ എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹത്തിന് സദാ സേവനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ചെയ്തവരായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോഴും ഈസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിന് രോഗം ബാധിച്ചപ്പോഴും അവർക്കെല്ലാം അത്ഭുതങ്ങൾ കാട്ടി അവരെ ശുശ്രൂഷിച്ചതും സാന്ത്വനങ്ങൾ നൽകിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സാന്ത്വന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ എല്ലാവരോടും ചെയ്യാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളോടുള്ള സേവനത്തിലും ഇസ്ലാമിന് വ്യക്തമായ ദർശനങ്ങളും നിലപാടുകളും ഉണ്ട്. ഈ ഒരു ഹദീസിന്റെ കാരണം കൊണ്ട് തന്നെ മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു അവിടുന്ന് മാതൃസേവന പ്രവർത്തനങ്ങളും സമൂഹത്തിന് വരെ മാതൃകയാക്കാൻ കിട്ടിയ രീതിയിലായിരുന്നു. അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് സദാ സേവനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രധാന വേദിയിൽ തുടരുന്നു. Next collector E on the stage. Judges please note, collector E on the stage. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن المجيد: ادفع بالتي هي أحسن السيئات، صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: أكرم جارك ولو كان كافرا، كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, കൈവിന്റെ കലവറ തീർക്കുന്ന ദർസ് ഫെസ്റ്റിന്റെ സുന്ദര മുഹൂർത്തത്തിൽ നീതി നീങ്ങുന്ന ലോകം, നീതി നിറഞ്ഞ പ്രവാചകർ എന്ന കാലിക പ്രസക്തിയേറെ വിഷയത്തെ നാം വിശകലനം ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണ് അനീതി എന്നുള്ളതാണ്.
ഒരു ന്യൂനപക്ഷം ആളുകളെ മാറ്റി നിർത്തുകയും അവരിലേക്ക് അക്രമവും അനീതിയും അധർമ്മവും അടിച്ചേൽപ്പിക്കലാണ് അനീതി എന്നുള്ളത്. ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും അശ്ലീലതയുടെ ആഭാസങ്ങളിലൂടെ നടന്നു പോകുന്ന സമൂഹം, കൊള്ളയും കൊലയും അനീതിയും അധർമ്മവും അഭിമാനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടം. മാത്രമല്ല, ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരിലേക്ക് അക്രമവും അനീതിയും അധർമ്മവും അടിച്ചേൽപ്പിക്കുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന് വേണ്ടി വോട്ടിംഗ് മെഷീനുകളിൽ പോലും അനീതി കാണിച്ചുകൊണ്ട്, അധികാരത്തെ പിടിച്ചു കൊലിക്കൊണ്ട് മുസൽമാനും ഹിന്ദുവിനും ക്രിസ്തുവിനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും തുല്യമായി ലഭിക്കേണ്ട നീതിയെ പിച്ച് ചീന്തിക്കൊണ്ട് അവരിലേക്ക് അക്രമവും അനീതിയും അധർമ്മവും അടിച്ചേൽപ്പിക്കുമ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് നാം ചിന്തിക്കുകയാണെങ്കിൽ സന്തോഷത്തിന്റെയും ശാന്തിയുടെയും ഒരു നാളുകളായിരുന്നു കടന്നുപോയിട്ടുള്ളത്. അക്കിരിം ജാറക വലൗ കാന കാഫിറ, തന്റെ അയൽവാസി കാഫിറാണെങ്കിലും അവനെ ബഹുമാനിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കട്ടവന്റെ കൈ പിടിച്ചു മുത്തുന്ന കുതുന്തർ കുത്തിക്കുത്തുകാരുടെ കൗട്ട് കൂട്ടുന്ന കാലഘട്ടത്തിലായിരുന്നു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവളുടെ കൈ അറുക്കണമെന്നാണ് ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്. കൊലയാളികൾക്ക് കഴിക്കാൻ ഭക്ഷണവും പാർപ്പിടവും ഉന്നത സ്ഥാനം നൽകുന്ന കാലഘട്ടത്തിലായിരുന്നു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കട്ടവന്റെ കൈ മുറിക്കുവാനും കൊലയാളികളുടെ കൈ തുറക്കുവാനും വ്യഭിചാരികൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. എത്രയെത്ര അനീതികളാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് നമുക്കറിയാം. പിറന്ന കുട്ടി കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് പെണ്ണുങ്ങൾ അഭിമാനമാണെന്നായിരുന്നു നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അന്യമതസ്ഥരാണെങ്കിലും അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സൂചകാക്ഷരം എഫ്. ജഡ്ജസ് പ്ലീസ് നോട്ട് കോളറ്റർ എഫ് ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷത്തിന്റെ ഈ വേളയിൽ നിങ്ങളുടെ മുമ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സകല ജലാചരങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ജീവിതമായിരുന്നു അവിടുത്തേത്. അവിടുത്തെ നിയോഗം തന്നെ കാരുണ്യമായിട്ടാണല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മക്ക വിജയ വേളയിൽ മക്കയുടെ അകത്താളം കാണാൻ സമ്മതം ചോദിച്ച സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ അതേ വ്യക്തിക്കായിരുന്നു മക്കയുടെ താക്കോലേൽപ്പിച്ച് അധികാരം നൽകിയത്.
അങ്ങനെ ഒരുപാട് കാരുണ്യം നമ്മെ പഠിപ്പിച്ചു തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുകയാണ്. ആ സമയത്ത് എവിടുന്നോ നിന്ന് കരച്ചിൽ കേൾക്കുന്നു. സ്വഹാബികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, പക്ഷേ ആരും കരയുന്നതായി കാണുന്നില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ പഴയ മിമ്പർ ഉണ്ടായിരുന്നു. ആ മിമ്പറിന്റെ അടുത്ത് പോയി മിമ്പറിനെ സമാധാനിപ്പിക്കുകയാണ്. കരച്ചിൽ കേട്ടത് മിമ്പറായിരുന്നു കരഞ്ഞത്. കാരണം എന്തായിരുന്നു? ഇനി അള്ളാഹുവിന്റെ റസൂല് എന്റെ മുകളിൽ കയറാൻ ഇനി ഉണ്ടാവൂല എന്ന് കരുതിയായിരുന്നു ആ മിമ്പർ കരഞ്ഞത്. ജീവനില്ലാത്ത ആ വസ്തു പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു ഉമ്മ വീട്ടിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയുടെ പിറകിൽ പോയിരുന്നു. അങ്ങനെ കുറെ നേരം ആ മദ്ഹ് കേട്ട സമയത്ത് ഉമർ തങ്ങള് കരഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ ഉമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ. ഉമ്മ ചോദിച്ചു, ആരാണ്, എവിടെ നിന്നാണ്? ഉമർ തങ്ങൾ പറഞ്ഞു, ഞാനാണ്, ഉമറാണ്. ആരാണ് ഈ ഉമർ? ثم رضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم. ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗ്ഗത്തിലേക്ക് ടിക്കറ്റ് ലഭിച്ചൊരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേട്ടതിന്റെ പേരിൽ ആ ഉമ്മയോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചെങ്കിൽ എത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് സ്വലാത്ത്. മുത്തുനബി തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും അടുത്ത ആള് സ്വലാത്ത് അധികരിപ്പിച്ചവരാണ്. ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു വെള്ളവും തേടിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു കിണർ കണ്ടു. പക്ഷേ ആ കിണറ്റിൽ വെള്ളം അടിയിലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവിടേക്ക് വരികയാണ്. സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ വിഷമമെന്ന്. ആ സമയത്ത് ആ പറയുകയാണ്, എനിക്ക് വെള്ളം ആവശ്യമുണ്ടായിരുന്നു എന്ന്. ആ പെൺകുട്ടി എന്തോ ഒന്ന് ചൊല്ലി ആ കിണറ്റിലേക്ക് തുപ്പിക്കൊടുക്കുകയാണ്. ആ സമയത്ത് വെള്ളം ഉയർന്നു വന്നു. സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇതിനെല്ലാം കാരണം? അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ നിത്യം മുത്തുനബി തങ്ങളുടെ മേൽ 1000 സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്ന്. നാം എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ G on the stage. Judges, please note letter G on the stage. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين
وعلى آله وصحبه أجمعين برضا الله أما بعد. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിൻ്റെ ഭാഗമായി സംഘടിച്ച സംഗമത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാഥൻ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് സ്വഹാബത്താണ്. അവരുടെ ഓരോ ചലനവും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവും എല്ലാം അവർ നമുക്ക് കാണിച്ചു തന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരുടെ ഇരു കണ്ണുകളും കുത്തിപ്പൊട്ടിക്കുകയാണ്. കാരണം അവർ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത കണ്ണ് എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തീർന്നില്ല. ഉഹുദിന്റെ രണാങ്കണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ അങ്ങകലെയുള്ള യമനിലുള്ള ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവരുടെ മുൻപല്ല് മുഴുവൻ പൊത്തിയെടുക്കുകയാണ്. അനുരാഗികൾ ഇത്രമേൽ സ്നേഹിച്ച മറ്റൊരു നേതാവില്ലായിരുന്നു. അങ്ങനെ സഹാബത്തും മഹാന്മാരും ജീവിച്ചത് നോക്കുകയാണെങ്കിൽ അവർ മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടുപോവുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ കാലമെത്തിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിന്റെ കിനാവിൽ വന്നു പറഞ്ഞു, എന്തേ ബിലാലെ, നിങ്ങൾ എന്നോട് പിണങ്ങിയോ? അങ്ങനെ അവർ വീണ്ടും മദീനയിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് സ്വഹാബത്തുകൾ ഒരു ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ബാങ്ക് കൊടുത്തു. ആദ്യ വചനമൊക്കെ ചൊല്ലിയൊപ്പിച്ചു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ അവർ ബോധാക്ഷരായി. ഇവരുടെ ജീവിതവും മുത്തുനബിയോടുള്ള മഹബത്തും വളരെ ശക്തമായതായിരുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെയാവണം നമ്മുടെ മഹബത്തും. അല്ലാഹു മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രധാനവിധിയിൽ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ H. Judges please note letter H on the stage.
السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിമീൻ സുഹൃത്തുക്കളെ, പ്രവാചകൻ തിരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര വേദിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്തിനെ കുറിച്ച് അല്പം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. മാനവന്റെ നനോന്മസമായ ഉന്നമനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിനുടമയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലോ വരമൊഴിയാലോ അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും തന്നെ സാധ്യമല്ല. കാരണം അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ പ്രകീർത്തനങ്ങൾ. നമുക്ക് ദർശിക്കാൻ പറ്റും. എന്തെന്നാൽ ഗോത്രമഹിമയുടെയും കുലതയുടെയും പേരിൽ ഓട്ടുപാത്രം പോലെ കലഹിച്ചിരുന്ന അങ്ങകലെ 6ാം നൂറ്റാണ്ടിലെ അക്രമരും അധർമ്മരും അസഭ്യരുമായിരുന്ന കാട്ടാളൻ വിഭാഗത്തെ അസ്ഹാബി കന്നുജൂം ഫമനിക്തദൈതും ഇഹ്തദൈതും എന്ന പറയത്തക്ക വിധത്തിൽ ഈ മഹത്തായ ചിരസ്മരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ അടിയറ വെച്ചത് ഇഹലോക ജീവിതത്തിലെ സുഖാനുഭൂതികളെയാണ്. നമുക്ക് വേണ്ടി ഇതെല്ലാം ത്യജിച്ച, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അസൗഖ്യം വരിച്ച, ഈന്തപ്പനയോലകളിൽ അന്തിയുറങ്ങിയ സാക്ഷര മദീനയുടെ രാജകുമാരൻ ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ മുസൽമാനായി പിറന്ന ഓരോരോ വ്യക്തികൾക്കും നിർബന്ധ ബാധ്യതയാണ്. അതാണല്ലോ സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും കുല്ലും നമുക്ക് കാണിച്ചു തന്നത്. ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള ഒരു കിംവദന്തി പ്രചരിപ്പിച്ചപ്പോൾ അതാ മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു മദീന നിവാസികളോട് പറയുകയാണ്, ഓ മദീനക്കാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ ഭയഹീനരായി നിൽക്കുകയാണോ? നാമും അതിൽ പോയി പങ്കുചേരൂ എന്ന് പറഞ്ഞ് ഓരോ മുസൽമാന്റെയും ഹൃദയത്തിലേക്ക് കരുത്തു പകർന്നുകൊണ്ട് എല്ലാവരെയും ഉഹദിലേക്ക് ഉന്തിവിടുമ്പോൾ അതിൽ ശ്രദ്ധേയമാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹു. എന്തേ ഹിന്ദ് റളിയല്ലാഹു അൻഹു എന്റെ ഹബീബിന് എന്ത് പറ്റി, എന്റെ റസൂൽ എവിടെ പോയി എന്ന് തിരഞ്ഞു നടക്കുന്ന സമയത്ത് അതാ ആദ്യം കാണുന്ന 3 സഹാബികളോട് ചോദിച്ചപ്പോഴും അവർ 3 ആളും പറഞ്ഞത് വ്യത്യസ്ത മറുപടികളായിരുന്നു. ഓ ഹിന്ദേ, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു, നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടു, ശത്രുക്കളെ കരങ്ങളാൽ നിങ്ങളുടെ ഭർത്താവും കൊല്ലപ്പെട്ടു. എന്നാൽ ഈ 3 സഹാബി വര്യരോടും മഹദിയായ ഹിന്ദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് ദേഷ്യത്തോടെ, ഞാൻ എന്റെ ഹബീബിന് എന്ത് പറ്റി എന്നല്ലേ ചോദിച്ചത്, എന്റെ റസൂലിന് എവിടെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത്, എന്റെ ഭാര്യ എന്റെ ഭർത്താവിനെയോ എന്റെ മകനെയോ എന്റെ വാപ്പയെയോ ഞാൻ അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് അവിടുന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. 4ാമത് കണ്ട സഹാബി വര്യനോട് ചോദിച്ചപ്പോൾ അവര് പറയുന്നു, സഹാബികൾക്കിടയിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ ഹിന്ദ് റളിയല്ലാഹു അൻഹുവിന് ഇത് തൃപ്തിയാകുന്നില്ല. കാരണം എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കുമോ എന്ന് ചിന്തിച്ച് ഹിന്ദ് റളിയല്ലാഹു അൻഹു വീണ്ടും മുന്നോട്ട് കുതിക്കുന്നു. അങ്ങനെ സഹാബികൾക്കിടയിൽ ശുശ്രൂഷയിൽ കഴിയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹിന്ദ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറയുന്നുണ്ട്. എന്തായിരുന്നു അത്? എന്റെ വാപ്പയും മകനും ഭർത്താവും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്നതിൽ എനിക്കൊരു സങ്കടവുമില്ല എന്ന് പറഞ്ഞ് ആ പുന്നാര മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങുന്ന ഹിന്ദ് റളിയല്ലാഹു അൻഹ നമുക്ക് പാഠമാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന ഈ ഹദീസിന്റെ മഅന പൂർത്തിയാകുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ള എല്ലാത്തിനേക്കാളും നിങ്ങൾ എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന്, വിശ്വാസയോഗ്യരാവുകയില്ല എന്ന് പ്രവാചകൻ തിരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണല്ലോ താബിഈങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സയ്യിദു താബിഈ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവിടുന്ന് മുത്തുനബി തങ്ങളുടെ ഒരു പല്ല് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഏത് പല്ലാണ് നഷ്ടപ്പെട്ടതെന്നതിൽ
അവസ്ഥയുണ്ടായതുകൊണ്ട് തന്റെ മുഴു പല്ലുകളും കുത്തിപ്പൊട്ടിക്കുകയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഇതല്ലേ മുഹബ്ബത്തുൻ നബി, ഇതാണ് മദ്ഹുൻ നബി. എന്നാൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? അണ്ടിപ്പട്ടിക്കാരൻ അടാച്ചിയുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ പോയി ക്യൂ നിൽക്കുകയും ആ തിയേറ്ററുകളുടെ മുകളിൽ കയറി പിച്ചാത്തികൾ കുത്തിക്കയറ്റി രക്തസാക്ഷിയാവുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരെ നമുക്ക് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ സാധിക്കണം. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ആ മുത്തുനബിയെ ഓർക്കലും അവിടുത്തെ മദ്ഹുകൾ പാടി പുകഴ്ത്തിക്കൊണ്ട് അവിടെ സ്നേഹം വെക്കലും ഓരോ മുഅ്മിനിക്കും നിർബന്ധമാണ് എന്ന് മഹാനായ ബൂസൂരി ഇമാം നമ്മെ പഠിപ്പിച്ച ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ സീനിയർ വിഭാഗത്തിന്റെ മലയാള പ്രസംഗം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ ഐ ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ഐ ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه برضا الله أما بعد. بسم الله الرحمن الرحيم. لا تجرمنكم شنآن قوم إلا أن تعدلوا. صدق الله العلي العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റ് സഹപ്രവർത്തകരെ, ഈ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മിസ്കെ മദീന എന്ന മീലാദ് ഫെസ്റ്റിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ് ഇസ്ലാം എന്ന സുപ്രധാന സമകാലിക സബ്ജക്റ്റിനെ സംബന്ധിച്ച് സ്വല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ ഇഹജര വിജയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച നിയമസംഹിതക്കാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവും അവന്റെ മതമായ ഇസ്ലാമിനെ കുറിച്ചും ജനങ്ങൾക്ക് പ്രബോധനം നടത്തി കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചവരാണ് പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000-ഓളം അല്ലെങ്കിൽ 2,24,000-ഓളം അംബിയ മുർസലീങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരിൽ അവസാനത്തെ കണ്ണിയും ഈ ലോകം പോലും പടക്കപ്പെടാൻ കാരണക്കാരമായ വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകർക്ക് ഉത്തമമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. മണ്ണിനും പെണ്ണിനും കള്ളിനും വേണ്ടി പോരടിച്ചിരുന്ന ആ ഒരു ഇരുണ്ട സമൂഹത്തിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം. അരാജകത്വത്തിൽ അഭിരമിച്ച അറബ് സമൂഹത്തെ ഇരുട്ടിൽ നിന്നും അകറ്റി അന്ധകാരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയും തുടച്ചു നീക്കിക്കൊണ്ട് അഖില ലോക നേതാക്കളും വിനയത്തിന്റെ കെടാവിളക്കുകളുമാക്കി മാറ്റിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. കള്ളും പെണ്ണും ചൂതാട്ടവും തുടങ്ങിയ എല്ലാം ജീവിതമുദ്രയാക്കിയ, എന്തിനധികം പറയാൻ, പിറന്ന കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടുകൂടെ കുഴിച്ചുമൂടിയ ആ ഒരു അറബ് സമൂഹത്തെ അസ്ഹാബി കന്നൂരും ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാവുമെന്ന രീതിയിൽ അവരെ പരിവർത്തിപ്പിച്ചെടുത്തത് അഷ്റഫുൽ ഖൽഖ് തങ്ങളാണ്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. അറബിക്ക് അനറബിയേക്കാളോ പ്രത്യേകതയില്ല. മറിച്ച് ഹൃദയശുദ്ധി കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തവനിക്കാണ് സ്ഥാനമെന്ന് കാരുണ്യത്തിന്റെ വചനമോദി വിമോചനത്തിന്റെ പാത തെളിയിച്ചവരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല എന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരു വഴിയിലൂടെ കടന്നു നടന്നു പോകുന്ന സമയത്ത് ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കരിക്കുന്നത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ ആ കാരുണ്യദൂതയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോവുകയാണ്. ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കരിക്കരുതെന്ന് മാത്രമല്ല, ഒരു ജീവിയെയും കരിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഒരു അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തി പക്ഷിക്കൂട്ടത്തെ പിടിച്ചപ്പോ വട്ടമിട്ട് പറക്കുന്ന തള്ളപ്പക്ഷിയുടെ വിഷമം നബിയെ സങ്കടത്തിൽ ആഴ്ത്തുകയും ഉടനെ തന്നെ അതിനെ വിട്ടയക്കാൻ അവർ ആജ്ഞാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ,
എന്നാൽ ഇത്രയും ശാന്തിയും സമാധാനവും മാത്രം പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ മേൽ കുതിര കയറാനും ഇസ്ലാം തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും മതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലാ തജ്രിമന്നകും ശനആനി ഖൗമിൻ അലാ അൻ തഅദിലു. നിങ്ങൾ ഒരു വ്യക്തിയോടുള്ള വാശിയോ ദേഷ്യമോ പകയോ അദ്ദേഹത്തോടുള്ള നീതിനിഷേധത്തിന് കാരണമാകരുതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. എന്നാൽ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാകുന്നത്? പക്ഷിക്കുഞ്ഞിനെ വിട്ടയക്കാൻ പറഞ്ഞ മതം, യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും സ്ത്രീകളെയോ കുട്ടികളെയോ ആക്രമിക്കരുതെന്ന് പറഞ്ഞ മതം, എങ്ങനെ എല്ലാ നിലക്കും പൂച്ചക്കുട്ടിയെ അകാരണമായ കാരണത്തിന് വേണ്ടി കെട്ടിയിട്ട സ്ത്രീക്ക് നരകം വിധിച്ച അല്ലാഹുവിന്റെ മതം എങ്ങനെയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഏറ്റവും നല്ല നീതിമാനായ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞ ഗാന്ധിജി പ്രഖ്യാപിച്ച ഈ ഒരു ഉമർ തങ്ങളുടെ അനുയായികൾക്ക് എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ വാക്താക്കളാക്കാൻ കഴിയുന്നത്? നാം ചിന്തിച്ചു നോക്കണം. നിമിഷങ്ങൾ മാത്രം കൊലക്കാരന് മുമ്പിൽ നിമിഷങ്ങൾ എണ്ണിത്തീർത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷപ്രിയ വ്യക്തി ഇന്നും യമനിൽ തടവറയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച പണ്ഡിത കേസിയുടെ പ്രവർത്തനം ചില്ലറയല്ല. അവിടുത്തെ പ്രവർത്തനം നിങ്ങളുടെ അയൽവാസി മറ്റു മതസ്ഥരാണെങ്കിലും അവരെ മാനിക്കണേ, ബഹുമാനിക്കണേ എന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതനായ സഹോദരന്റെ ജഡം കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനിച്ച ആദരവ് കാണിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതെല്ലാമാണ് നമുക്ക് ആധാരമാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു പക്ഷത്ത് ഇസ്ലാം തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും മതമാണെന്ന് പറയുമ്പോൾ മറുപക്ഷത്ത് നാം ദർശിക്കാൻ കഴിയുന്നത് ഇസ്രായേലി ദംസകരുടെ നരനായാട്ടിൽ വെടിയുണ്ടകൾക്കും മിസൈലുകൾക്കും മുമ്പിൽ മരവിച്ച് മരണത്തെ പൂമാല അണിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഖുദ്സിന്റെ മക്കളെയാണ്. അവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഏത് വിഷയത്തിന് വേണ്ടിയാണ്, എന്ത് തെറ്റ് ചെയ്തതിന് വേണ്ടിയാണ് ഞങ്ങളെ ആക്രമിക്കുന്നത് ചോദിക്കുമ്പോ ഒന്നും പറയാനില്ല, മുസൽമാനായിപ്പോയി എന്ന കാരണം കൊണ്ട് ഈ ന്യൂനപക്ഷത്തെ ഇവിടുന്ന് എഴുതിത്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവിടെ ആരാണ് വർഗീയവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വാക്താക്കൾ? മുസൽമാനാണോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണോ? എന്നാൽ ഇസ്ലാമിനെ ഇത്രയും രീതിയിൽ ഇകഴ്ത്തി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറുപക്ഷത്ത് നാം ദർശിക്കുന്നത് അമേരിക്കയിലും ചൈനയിലും തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന രംഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യുരീദൂന യുത്ഫിഉ നൂറല്ലാഹി വല്ലാഹു മുത്തിമ്മു നൂറഹു വലഹു കാരിഹൽ കാഫിറൂൻ. വിരോധികൾ അല്ലാഹുവിന്റെ മതത്തെ, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ നോക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശം അവിടെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ഈ മതം അല്ലാഹുവിന്റെ മതമാണ്. ഇന്നാ നഹ്നു നസൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം ഇറക്കിയ മതത്തെ, നമ്മുടെ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫലസ്തീനിലും ആസാമിലും തുടങ്ങി യുപി അടക്കമുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ശാന്തിയും സമാധാനം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വേദിയിൽ മത്സരം തുടരുന്നു. The final call letter J on the stage. Judges, please note the last call letter J on the stage. ശ്രദ്ധിക്കുക. പ്രധാന വേദിയിൽ ഈ മത്സരം കഴിഞ്ഞാലുടൻ സബ് ജൂനിയർ വിഭാഗം കഥ പറയൽ മത്സരം ആരംഭിക്കുന്നതാണ്. മത്സരികൾ ഇത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, വിധികർത്താക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രപഞ്ചം പടക്കാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സൗത്ത് സുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ അണിയിച്ചൊരുക്കിയ മിസ്കെ മദീന മീലാദ് ഫെസ്റ്റിന്റെ അതിവിപുലമായ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഈ മഹത്തായ വേളയിൽ നിങ്ങൾക്ക് സമക്ഷം സമാഗതനായിക്കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി സ്വല്പം സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. സർവ ഇസങ്ങളും ആശയാദർശങ്ങളും അസ്പർശിത മനോഭാവത്തോടെ സമൂഹം മാറ്റി നിർത്തുകയും അവയുടെ ചിതലരിച്ച പഴം പുരാണങ്ങൾ അവലോക കർമ്മത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാനാവാത്ത വിധം അതിദയനീയമായ കാലത്തിന്റെ കരാളതയിലേക്ക് ദീർഘയാത്രയാവുന്ന ഒരു അഭിനവ കാലഘട്ടത്തിലായിരുന്നു 1400 സംവത്സരങ്ങൾക്കപ്പുറം മദീനയുടെ മണൽ പരപ്പിലെ പഞ്ചാര മണലിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പരിവർത്തനത്തിന്റെ പടകത്തിരി മുഴക്കി പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആശയ സംഹിതകൾക്ക് പ്രസക്തിയേറിയത്. കള്ളും പെണ്ണും ജീവിത മുദ്രയാക്കി തറവാടിത്തത്തിന്റെ പേരിൽ മേന്മ നടിച്ച് ഒട്ടകം പേനി ചാടിയതിന്റെ പേരിൽ പോലും ശാസ്ത്രാംഗങ്ങളോളം യുദ്ധം ചെയ്ത് തമ്മിൽ പോരടിച്ച് അസഹിഷ്ണുതയുടെ വിഷവിത്തുകൾ പാകിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു സഹിഷ്ണുതയുടെ മന്ത്രധ്വനികളുമായി പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. പാവപ്പെട്ട് പണിയെടുക്കുന്ന പണിയാളുകളുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് വേതന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂജഹലിന്റെ രാജഭവനത്തിലേക്ക് മാർച്ച് നടത്തുമ്പോ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തൊഴിലാളി വിപ്ലവത്തിന്റെ മഹനീയ മുഹൂർത്തങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ചരിത്രത്തിന്റെ ചുമരെഴുത്തുകളിലേക്ക് കൂട്ടിച്ചേർത്തത്. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? തരിശായി കിടക്കുന്ന മരുഭൂവിൽ കൊടും ചിന്തകളുമായി ജീവിച്ചിരുന്ന അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവരുണ്ടായിരുന്ന ദുസ്വഭാവത്തെയും മൂഢത്തരത്തെയും വൃത്തിഹീനമായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളാക്കി വിനയത്തിന്റെ കെടാത്ത വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ ഏറ്റവും വലിയ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞത് മുഹമ്മദ് നബി പുരുഷാകൃതി പൂണ്ട ദൈവമോ നിറദിവ്യാകൃതി പൂണ്ട ധർമ്മമോ നബി മുത്തുരത്നമോ എന്നാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഇഴയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർണ്ണ വർഗ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഗോത്ര സഹോദരങ്ങളാക്കി അവരിലുണ്ടായിരുന്ന ദുസ്വഭാവത്തെയും മൂഢത്തരത്തെയും ഒഴിവാക്കി കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവന് ഉന്നത പദവി നൽകി ആദരിച്ച അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൾ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും മുത്തും മരതകവും രത്നവും മാണിക്യവും കിരീടവും എല്ലാം തന്റെ കാലിന്റെ അടിയിലിരിക്കവേ ചുടാത്ത മണ്ണുകൊണ്ട് പടുത്തുയർത്തിയ മൺചുവരുകൾക്കിടയിൽ ഈന്തപ്പനയോലകൾ കൊണ്ടുള്ള മേൽക്കൂരയ്ക്ക് കീഴിൽ സ്വന്തം വീട്ടു ജോലികൾ വരെ ചെയ്ത് മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിന്റെ അമരശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ നേതാവിന്. എന്നിട്ടും അന്നവും പാനീയവും നൽകാതെ തന്നെ ബഹിഷ്കരിച്ച് ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിൽ ചാർത്തി അവസാനം പഞ്ചപുച്ഛമടക്കി ഓച്ചാരിച്ചപ്പോഴും ലാ തദ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബൂ ഫഅൻതുമുത് തലബ അൽയൗമു യൗമുൽ മർഹം ലാ യൗമുൽ മൽഹം. ഇതേ ദിവസം നിങ്ങൾക്കുമേൽ പ്രതികാരമില്ല, പോകൂ, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് ആ നേതാവ് നമ്മോട് കാണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തുള്ള സർവ്വതിനും കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. ഇത്രമേൽ കാരുണ്യം കൊണ്ട് പൊതിയപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനവ ഹൃദയങ്ങളെ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും ഈ കാണുന്ന നിങ്ങളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സൃഷ്ടിച്ച ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ എത്രമാത്രമായിരിക്കും. അവന്റെ അടിമ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങി ഹൃദയത്തിൽ തട്ടി അവരിലേക്കൊന്ന് പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനയെ നിരസിക്കാൻ അല്ലാഹുവിന് സാധ്യമല്ല. ഒരിക്കൽ
ഒരിക്കൽ അറേബ്യൻ രാജ്യത്തെ മുഴുവൻ ആളുകളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരുന്നൊരു വാക്കുണ്ടായിരുന്നു, ഖത്താബിന്റെ കഴുത മുസ്ലിമായാൽ പോലും ഉമർ മുസ്ലിം ആവുകയില്ല എന്ന്. എന്നാൽ മക്ക മണ്ണിന്റെ പർവ്വതങ്ങൾക്കിടയിൽ രക്തം ജ്വരിപ്പിച്ച് രാക്ഷസനെ പോലെ അട്ടഹസിച്ചിരുന്ന ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്തടത്തിലേക്ക് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൺതടത്തിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥന നടത്തിയപ്പോ ഹിദായത്തിന്റെ പേമാരി കൊണ്ട് നനയിപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത്രത്തോളം തുല്യമില്ലാതെ സ്നേഹിക്കുകയും അതിലുപരി തുല്യതയില്ലാത്ത സ്നേഹത്തെ ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്തുനബി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിക്കുവിൻ, എങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലും കൊല്ലരുതെന്ന് പഠിപ്പിച്ച, ഒരു കുരുവിയേക്കാൾ നിസ്സാരമായ ജീവിയെയാണ് നിങ്ങൾ കൊല്ലുന്നതെങ്കിൽ പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നോട് തുടരുക എന്ന് നബിയെ തങ്ങൾ പറയുകയെന്ന് ഖുർആൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഏറ്റവും അടുക്കാനുള്ള വലിയ മാർഗം എന്ന് പറയുന്നത് സ്വലാത്ത് തന്നെയാണ്. അതുകൊണ്ട് മുത്തുനബിയേക്ക് നാം അടുക്കാൻ ഏറ്റവും കൂടുതൽ സ്വലാത്തിനെ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചത്, അദിമിസ് സ്വലാത്ത അലൻ നബിയ്യി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂന തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത അലൻ നബിയ്യി മുഹമ്മദി. നിങ്ങൾ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്തിനെ നിത്യമാക്കി ചൊല്ലൂ, അതിനെ സ്വീകരിക്കാതിരിക്കുകയില്ല. നിർബന്ധമായും സ്വലാത്തിനെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മുത്തുനബിയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൻ സല്ലല്ലാ അലൈഹി വാഹിദൻ സല്ലല്ലാഹു ബിഹാ അശ്റ. എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു എൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണെന്ന് പഠിപ്പിച്ച മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തോട് ധാരാളം സ്വലാത്ത് ചൊല്ലാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി